ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അടുക്കളയിലെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടിപ്സ് നമ്പർ 1, നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇല്ലേ, ഈ ചായപ്പൊടി നിസ്സാരക്കാരനല്ല കേട്ടോ. ഈ ചായപ്പൊടി ഇട്ടതിൻ്റെ ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കട്ടോ. എന്നിട്ട് നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ട ഈ ചായപ്പൊടി വെച്ചിട്ട് ഇപ്പോൾ എന്ത് കാണിക്കാനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നന്നായിട്ട് തിളച്ചതിൻ്റെ ശേഷം നമ്മളിതൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അരിപ്പയിലേക്ക് വെച്ചിട്ട് അരിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതാ നന്നായിട്ട് അരിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വിനാഗിരിയും കൂടി ഒഴിച്ചതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് തണുത്തതിൻ്റെ ശേഷം നമ്മളിതുപോലൊരു സ്പ്രേ ബോട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് സ്പ്രേ ചെയ്തെടുക്കുക. മഴക്കാല സമയത്ത് നമ്മുടെ വുഡൻ ഫർണിച്ചറിൽ ഉണ്ടാകുന്ന പൂപ്പലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചായപ്പൊടി നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്പ്രേ ചെയ്തിട്ട് നമ്മളിതൊരു ടർക്കിയോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന പൂപ്പലും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല ഡോറൊക്കെ നന്നായിട്ട് തന്നെ ഒരു ഗ്ലോ ആയിട്ട് വരും കേട്ടോ. അടുത്തതായിട്ട് ഇതാ ടിപ്സ് നമ്പർ 2 നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ സമയമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തി പൊടിയൊക്കെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു 1.5 കപ്പ് ആട്ടപ്പൊടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തത്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയിൽ റൈറ്റിലേക്കല്ലാതെ നമ്മൾ ലെഫ്റ്റിലേക്ക് ഒന്ന് പൾസ് ചെയ്തടിക്കൂലേ, ഇതേപോലെ പൾസ് ചെയ്ത് നമ്മളൊന്ന് അടിച്ചെടുക്കട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് കുഴഞ്ഞ് റെഡി ആയിട്ട് വരും. എന്നിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൾസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ കൈകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുഴച്ചെടുത്തിട്ട് നമുക്ക് അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ സമയത്തിനനുസരിച്ച് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ പറ്റാവുന്ന ഒരു ടിപ്സാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിതാ ചപ്പാത്തി പരത്തി ഉണ്ടാക്കുന്നതും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇതാ ഇതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. നല്ല റൗണ്ടായിട്ട് തന്നെ ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട്. അറ്റൊന്ന് ഞാൻ ശരിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് പൊടിയും കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുത്തിട്ട് നമ്മൾ അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കട്ടോ. നമ്മളിനി മിക്സിയിൽ കുഴച്ചിട്ട് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ പൊങ്ങി വരും ചപ്പാത്തി. അപ്പോൾ അടുത്ത ടിപ്പ് നോക്കാം. നമ്മളിതാ ഈ ഗ്യാരണ്ടി ആഭരണങ്ങൾ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ എന്താണല്ലേ വില. അപ്പോൾ അങ്ങനെ ഇതാ ഇതൊക്കെ കറുത്തതും പച്ച കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിന്ന് നിറം വെപ്പിച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ കടയിലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പൈസയാണല്ലേ. ഒരു വളയോ അല്ലെങ്കിൽ ഒരു ചെയിനോ ഒക്കെ നമുക്കിതൊന്ന് നിറം വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ കുറച്ച് ഇതേപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂണ് നമ്മുടെ ചായപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കട്ടോ. എന്നിട്ട് നമ്മൾ ഈ ആഭരണങ്ങൾ ഇതിലേക്ക് മുക്കി ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നിറം പോയത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കുക, അല്ലാത്തത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇതിൽ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മളിതൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ അടച്ച് വെച്ചതിൻ്റെ ശേഷം 1 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് ഇങ്ങനെ അടച്ച് വെക്കണം കേട്ടോ. ഇതിൽ കിടന്നിട്ട് വേണം നമ്മൾ ഈ ഒന്ന് നിറമായിട്ട് വരാൻ വേണ്ടി ആഭരണങ്ങൾ. അങ്ങനെ എന്താ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ വെച്ചതിൻ്റെ ശേഷം നമുക്കിതാ പുറത്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിതിൻ്റെ ഒരു മാറ്റം കാണാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് കൊണ്ട് നമുക്ക് ബ്രഷ് കൊണ്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കിതാ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളും കൂടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ നിറം വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കളറായിട്ട് കിട്ടും കേട്ടോ, നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാനൊക്കെ. അപ്പോൾ അത്യാവശ്യ സമയത്ത് നമ്മൾ പെട്ടെന്ന് എവിടെയും പോകണമെങ്കിലൊക്കെ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് ടിപ്സ് നമ്പർ 4 ആണ് കേട്ടോ. അപ്പോൾ ഇതാ ചായപ്പൊടിയിലെ വെള്ളത്തിലേക്ക് കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് പാറ്റ പല്ലിയൊക്കെ വരുന്ന ഉറുമ്പും ഒക്കെ വരുന്ന സ്ഥലത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പാറ്റയും പല്ലി ഉറുമ്പും ഒന്നും ഉണ്ടാവില്ല കേട്ടോ.
ഇനി ഇത് അടുത്തതായിട്ട് ടിപ്സ് നമ്പർ 5 നോക്കാം. ചായപ്പൊടിയുടെ വെള്ളത്തിലേക്ക് വിനാഗിരിയും കൂടി ഒഴിച്ചെടുത്ത ഈ ഒരു മിക്സ് നമ്മുടെ മിററിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മിററിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളും പൂപ്പലുകളും ഒന്നും ഉണ്ടാവില്ല. മിറർ നല്ലതായിട്ട് വെട്ടിത്തിളങ്ങും. അപ്പോൾ ഇതേപോലെ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് ന്യൂസ് പേപ്പർ കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളി സംഭവമാണ്. നമ്മളെ മിററൊക്കെ സൂപ്പറായിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.